ഒരു ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒന്നും പാമ്പിന്റെ ശല്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വിശുദ്ധരുടെ തിരുശേഷി വെച്ചിട്ട് അത് വണങ്ങിയാലേ നിന്റെ കൊച്ചു സുഖപ്പെടും എന്നുള്ള സഭ പറയുന്നുണ്ടോ? രൂപങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്നത് വിഗ്രഹാരാധനയാണ്. ഇങ്ങനത്തെ വചനപ്പെട്ടിയിലും ഒക്കെ കണ്ടമാനം നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് കണ്ണീർ കിട്ടാതിരിക്കാൻ ആണെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയുടെ രൂപം ഇല്ലെങ്കിൽ ഉടനെ ആൾക്കാർ പറയുന്നത് ഈശോ ഇല്ലാത്ത കുരിശെന്നാണ്. ഇന്നും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഏതാണ്? അവയോടുള്ള സഭയുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? നെല്ലും പതിരും വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നു ക്രിസ്ത്യാനികൾക്കിടയിലെ അന്ധവിശ്വാസം. ഇന്ന് യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സംശയ നിവാരണം നടത്തുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് പതിവ് പോലെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇതവ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനോട് ജോലി സാധ്യതകളെപ്പറ്റി അന്വേഷിക്കാൻ പറയുന്നു. അങ്ങനെ അവൻ ബൈബിൾ എടുത്തിട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൈബിൾ കാർഡ് എടുത്ത് നോക്കുന്നു. അപ്പോൾ അവനൊരു വചനം ലഭിക്കുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗ്ഗസ്നായ പിതാവ് അവയെ പരീക്ഷിക്കുന്നു, അവയേക്കാൾ എത്ര വിലപ്പെട്ടതാണ് നിങ്ങൾ. അപ്പോൾ അവനത് സ്വന്തം രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അമ്മേ, ജോലിക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും. ഇപ്പം നമ്മുടെ ക്രൈസ്തവർക്കിടയിലെ ഒരു വലിയൊരു പാപം അല്ലെങ്കിൽ വലിയൊരു തെറ്റായ വിശ്വാസ പ്രവണതയാണ് ബൈബിൾ വായിക്കുകയും അത് നമ്മുടേതായ രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് അതിനെ വിവരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പം ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. അത് ശരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നില്ലേ? ജോർജ് ഉദ്ദേശിക്കുന്ന ഈ വചനപ്പെട്ടിയൊക്കെയാ. വചനപ്പെട്ടിയിൽ നിന്ന് ഒരു ബൈബിൾ വാക്യം അങ്ങോട്ട് ഡെയിലി നോട്ട്സ് എടുത്തിട്ട് ഏതായാലും ഈ പൊതുവെ വചനപ്പെട്ടിയിലൊക്കെ നല്ല വചനങ്ങളെ ഉൾപ്പെടുത്താവുള്ളൂ അല്ലേ? യൂദാസ് പോയി തൂങ്ങി ചത്തു എന്നൊന്നും അതിനകത്ത് ഇല്ല. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് ഒരു നല്ല വചനമല്ലേ പിതാവ്, അതിനെ വേണേ അങ്ങനെയും വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും. ആകാശത്തിലെ പറവുകളെ നോക്കുവെന്ന് പറയുന്ന കർത്താവ് പറയുന്നത് നിങ്ങൾ ആകുലപ്പെടണ്ട അല്ലേ? ആകുലതകളായിട്ടാണ്. വിശ്വാസത്തിൽ ആഴപ്പെടും തോറും ആകുലതകൾ മാറിക്കിട്ടും. അപ്പോൾ നല്ല ധൈര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം അധ്വാനിക്കണ്ട, നീ മടിയനായിട്ട് ഇരുന്നോളാനാണ് ഒരാൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് അയാളുടെ പ്രത്യേകമായ സാഹചര്യം, നമുക്ക് സഹതപിക്കാന്നല്ലാതെ പറയാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഇങ്ങനത്തെ വചനപ്പെട്ടിയിലും ഒക്കെ കണ്ടമാനം നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബൈബിള് വായിക്കുമ്പോൾ മിനിമം ഒരധ്യായമെങ്കിലും മുഴുവൻ വായിക്കണം. എന്നിട്ട് അതിൻ്റെ ആ സന്ദേശം, ഈശോ എന്താണ്, ഈശോ വെറുതെ കുറേ വചനങ്ങൾ ഉരുവിട്ട് പോയ ആളല്ല. ഈശോ ഓരോ മാനുഷികമായ സാഹചര്യങ്ങളോട് പ്രതികരിച്ച ആളാണ്. ഒരു മാനുഷികമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയ ആളാണ് കർത്താവ്. ഇപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന ആ സംഭവം വിശന്നിരിക്കുന്ന ജനാവലിയെ കണ്ടിട്ടാണ് കർത്താവ് അത് ചെയ്യുന്നത്. അതുപോലെ മുടന്തനായ ഒരു മനുഷ്യനെ കാണുന്നു, അവിടെയാണ് ഒരു വചനം പറഞ്ഞവനെ സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മളത് വ്യാഖ്യാനിക്കാൻ പോകരുത് എന്ന് പറഞ്ഞതുപോലെയാണ് ആകുലതകൾ ഒഴിവാക്കാനായിട്ട് പറയുന്ന വചനഭാഗത്തെ ആ പശ്ചാത്തലം വിട്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ വചനം വായിക്കുമ്പോൾ മിനിമം ഒരധ്യായമെങ്കിലും വായിക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാനും പറ്റും. നിങ്ങൾക്ക് ആ വെളിപാടിൻ്റെ സമഗ്രത നമുക്ക് കുറേയധികം മനസ്സിലാവുകയും ചെയ്യും. ചോദിക്കാം. സഞ്ജയ്ക്കാണോ ചോദ്യം? പിതാവേ, ഈ ബൈബിളിൽ ഉടനീളം പറയുന്നുണ്ട് വിഗ്രഹാരാധന നടത്തരുതെന്ന്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ വിഗ്രഹാരാധനയുടെ ശിക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് താനും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ കാണുകയാണെങ്കിൽ എല്ലാ പള്ളികളിലും ഓരോ രൂപങ്ങൾ കാണും. പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒക്കെ ആണെങ്കിൽ വ്യത്യസ്തമായ രൂപങ്ങളാണ്. ഇപ്പോൾ ചില പള്ളിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈശോയുടെ രൂപം ഇത് തന്നെ ആയിരിക്കുമോ ശരിക്കും എന്നൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാപമല്ലേ ഈ രൂപങ്ങളിലൊക്കെ കൂടുതൽ ആശ്രയിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, രൂപങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നത് വിഗ്രഹാരാധനയാണ്. അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വിഗ്രഹാരാധനയ്ക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുന്നത്? നമ്മുടെ 10 പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം 1-ാം പ്രമാണമാണ്. 6-ാം പ്രമാണമല്ല, 1-ാം പ്രമാണമാണ്. 1-ാം പ്രമാണം എന്താണ്? ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്. അതിൻ്റെ കൂടെ പഴയ നിയമത്തിൽ നമുക്ക് വായിച്ചാൽ അറിയാം, നീ ആകാശത്തിലെ ഭൂമിയിലുള്ള ഒന്നിൻ്റെയും
രൂപമോ പ്രതിരൂപമോ ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സഭയിൽ ഇത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചിരുന്നു. അവരങ്ങനെ ഒരു രൂപവും ഉണ്ടാക്കിയിരുന്നില്ല. നമുക്കറിയാം, ഇന്ന് രൂപങ്ങൾക്ക് അറിയാതെ നമ്മുടെ ഇടയിൽ ഒരു അമിത പ്രാധാന്യം കൈവരുന്നുള്ളത് വാസ്തവമാണ്. ഉദാഹരണത്തിന്, കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയുടെ രൂപം ഇല്ലെങ്കിൽ ഉടനെ ആൾക്കാർ പറയുന്നത് ഈശോ ഇല്ലാത്ത കുരിശെന്നാണ്. അതായത് ആ രൂപത്തെ ഈശോയുമായിട്ട് അവരങ്ങ് ഉപമിക്കുകയാണ്. അതൊരു രൂപമാണ്, അത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമാണ്. പക്ഷെ അതിനെ ഈശോയായിട്ട് പറയാണ്, അത് ഈശോ ഇല്ലാത്ത കുരിശ. നമ്മൾ പൗരസ്ത്യ സഭകളിൽ പ്രത്യേകിച്ച് റിസറക്ഷൻ ക്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. ഉദ്ധിതനായ ഈശോയെ സൂചിപ്പിക്കുന്ന കുരിശുകൾ. ആ കുരിശ് തന്നെ സഹനത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈശോയുടെ രൂപം, ക്രൂശിത രൂപം ഇല്ലാത്തത് കൊണ്ട് ഉദ്ധാനം ചെയ്തു. അവൻ ഇവിടെ ഇല്ല, നിങ്ങൾ അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്, അവൻ ഉദ്ധാനം ചെയ്തു. അതാണ് നമ്മൾ ആ കുരിശ് വെക്കുന്നില്ല. പക്ഷെ ഉടനെ കുറച്ച് പേര് പറയും ഇല്ല, അത് ഈശോ ഇല്ലാത്ത കുരിശാണ്. അതൊരു തെറ്റിദ്ധാരണയാണത്. നമ്മുടെ ഉള്ളിലേക്ക് ഈ രൂപം ഈക്വൽ ടു ദൈവം എന്നുള്ളൊരു തലത്തിലേക്ക് വന്നു. പോർച്ചുഗീസ് കാലം മുതലാണ് നമുക്ക് ഈ രൂപങ്ങൾ കണ്ടമാനം വരുന്നത്, രൂപങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങൾ എല്ലാം വരുന്നത്. പക്ഷേ കത്തോലിക്ക സഭ ഈ രൂപങ്ങൾ വെക്കുന്നതിന് എതിരൊന്നുമല്ല, വെച്ചോ. പക്ഷെ അത് വിശുദ്ധരെ ഓർമ്മിപ്പിക്കുന്നു, മാതാവിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ പ്രാധാന്യം കൊടുക്കാവുള്ളൂ. നമ്മൾ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ, മരിച്ചുപോയ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ വീട്ടിൽ വെച്ച് അവരുടെ ചരമദിനത്തിൽ അതിന് മുമ്പിൽ ഒരു പൂ കൊണ്ട് വെക്കുന്നത് ആരാധനയല്ലല്ലോ, അപ്പനോടുള്ള ഒരു സ്നേഹം. അതാണ്. ആ ഒരു തരത്തിൽ മാത്രമേ നമ്മൾ കാണാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പാളിപ്പോകും, ഒരു രൂപത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കും. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ വൈദികരൊക്കെ തന്നെ നോട്ടീസിലൊക്കെ അത്ഭുത രൂപം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ എല്ലാം ക്ഷണിച്ചു വരുത്താറുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ സെബസ്ത്യാനോസിൻ്റെ രൂപം, വിളിച്ചാൽ വിളി കേൾക്കുന്ന സെബസ്ത്യാനോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത നാളിൽ വത്തിക്കാനിൽ നിന്നൊരു ഡോക്യുമെന്റ് വന്നു, പരിശുദ്ധ അമ്മയെ നമ്മൾ സഹരക്ഷക എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഏക രക്ഷകൻ ഈശോ മിശിഹായാണ്, ഏക മധ്യസ്ഥൻ ഈശോ മിശിഹായാണ്. അവൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ വേറെ ആരെയും കൊണ്ടുവരരുത്. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പള്ളിയിൽ ചെന്ന് എത്ര രൂപ എണ്ണി? അവർ പറഞ്ഞു കുറേ രൂപമുണ്ട്. അത്രയൊക്കെ പ്രാധാന്യമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ ഇതിന്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം മാതാവിനെ ഒന്ന് ഓർക്കണം, അതിനുവേണ്ടി മാതാവിൻ്റെ രൂപം വെച്ചു. ഔസേപിതാവിനെ ഒന്ന് ഓർക്കണം, അതിന് ഔസേപിതാവിൻ്റെ രൂപം വെച്ചു. അതിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കത്തോലിക്കരാണെങ്കിലും നമ്മുടെ ആക്ച്വൽ ലൈഫിൽ നമ്മൾ വലിയ പ്രാധാന്യം ഒന്നും ഇതിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഓരോ പള്ളിയുടെയും സ്ട്രോങ് റൂമിലോ വല്ലതും ചെന്നാൽ കാണാം കൈയൊടിഞ്ഞ മാതാവും കാലൊടിഞ്ഞ ഔസേപിതാവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അത്രയും പ്രാധാന്യം നമ്മളതിന് കൊടുക്കുന്ന ഒരു രൂപം, അത് പോയി അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു രൂപം വെച്ചു, അത്രയൊക്കെ ഉള്ളൂ. അത്രയും പ്രാധാന്യം നമ്മളതിന് കൊടുക്കാറുള്ളൂ. ഒരിക്കലും നമ്മൾ അതിനെ വിഗ്രഹമാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പള്ളികളിൽ കാണാൻ പുതിയതായിട്ട് കാണുന്ന ഐക്കൺസ്, നമ്മൾ പുതിയതായിട്ട് വരുന്ന ചാപ്പലുകളിലും പള്ളികളിലും ഒക്കെ സ്ഥാപിക്കുന്ന കൂടുതൽ അർത്ഥതലങ്ങളുള്ള ഐക്കൺസ്. പക്ഷെ ഇത് കോമൺ മാൻ വർഷിപ്പിന് വരുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ബോധ്യം അല്ലെങ്കിൽ അറിവ് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവരിത് ചിന്തിക്കില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ ഇതിന് പകരമായിട്ട് ആദിമ സഭയിൽ തന്നെ രൂപപ്പെട്ട ഒന്നാണ് ഐക്കൺസ്. അതായത് ഐക്കൺസ് ഒന്നും ഇപ്പൊ ഈശോയെ പോലെ ഇരിക്കുന്നൊന്നോ അങ്ങനൊന്നും ഇല്ല. ഈശോയെ ധ്യാനിക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള ദിവ്യ രഹസ്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ വിശുദ്ധരായ ചിത്രകാരന്മാർ വരച്ചിരുന്നതാണ് ഐക്കൺസ്. അവർ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വരച്ചിരുന്നതാണ് ഐക്കൺസ്. ഇപ്പൊ ഗ്രീക്ക് സഭയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അത് കാണാം. സുറിയാനി സഭയിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മൾ കാണുന്ന കൂടുതൽ ഐക്കൺസും ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ഐക്കൺസ് ആണ്. അപ്പോൾ പൗരസ്ത്യ സഭകളിലാണ് ഈ ഐക്കണോഗ്രഫി വന്നത്. ലാറ്റിൻ സഭയിലും ഉണ്ട്. റോമിൽ നിങ്ങൾ ചെന്നാൽ അവിടുത്തെ ബസലിക്കകളിലെല്ലാം വളരെ വ്യാപകമായിട്ട് ഐക്കൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഐക്കൺസ് കുറച്ചുകൂടെ നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പിന്നെ സഞ്ജയ് പറഞ്ഞത് ശരിയാണ്. ഈ ഔസേപിതാവിനെ പോലെ ആയിരിക്കുമോ ഔസേപിതാവ് ഇരിക്കുന്നത്? ഒരു പിടിയില്ല. ഈശോ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? പലരും ചെയ്യുന്നതിന് അറിയോ, ജീസസ് ഓഫ് നാസറത്തിലെ ജീസസിന്റെ രൂപമാണ് പലരും ഇപ്പം നല്ല മിടുക്കനൊരു ചെറുപ്പക്കാരൻ അതുപോലെ ഈശോയെ അങ്ങ് വരച്ചു വെക്കുകയാണ്. പിന്നീട് കുറച്ചു നാളത്തേക്ക് ആ നടന് വലിയ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു ജീവിച്ചു പോകാൻ. കാരണം എല്ലാവരും അങ്ങേരെ ഈശോയായിട്ട് കരുതുന്നു. അപ്പോൾ നമ്മൾ ഏതോ ഒരു സിനിമയിലെ നടനെ പോലെ നല്ല ഒത്ത ഒരു ചെറുപ്പക്കാരനായിട്ട് ഈശോയെ അങ്ങ് വരച്ചു വെക്കുകയാണ്. അല്ലാതെ ഇതുപോലെയാണോ ഈശോ ഇരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്
അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ രൂപത്തിൻ്റെ രൂപഭാവങ്ങളെക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷകനായ ഈശോ എന്ന ആ ദിവ്യമായ ഒരു രഹസ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. പിതാവ്, ഈ ഐക്കൺസിലാണെങ്കിലേ ഇപ്പം എല്ലാ വീടുകളിലും ഐക്കൺസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ആളുകൾ ഇപ്പം എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പോകുന്നതിന് മുന്നേ ഒന്ന് ഓടിച്ചെന്ന് തൊട്ടുമുത്തി ഓടിപ്പോകും. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ്ലി അതൊരു വിഗ്രഹാരാധനയില്ലേ? കാരണം ഈ ഐക്കൺസ് സഭ തന്നിരിക്കുന്നത് ചുമ്മാ പ്രാർത്ഥിക്കാനെന്ന് മാത്രമല്ല, അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ധ്യാനിച്ച് ആ പടം നമ്മളോട് എന്താണോ പറയുന്നത് അതിലേക്കൊന്ന് ആത്മീയമായി ചെല്ലാൻ വേണ്ടിയല്ലേ ഈ ഐക്കൺസ് തന്നിരിക്കുന്നത്. ഈ തൊട്ടുമുത്തി ഓടിപ്പോവാന്നുള്ളൊരു സംഗതി ഇൻഡയറക്ട്ലി തൊട്ടുമുത്തുന്നതൊക്കെ എല്ലാം ലോജിക്കലായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഭക്തിയിൽ വളരുന്നത് ഇങ്ങനെയൊക്കെയല്ലേ. ഇപ്പം എൻ്റെ അപ്പൻ്റെ ഫോട്ടോ, അപ്പൻ പുറത്താണ്, അപ്പോൾ അപ്പനോട് സ്നേഹം തോന്നുമ്പോൾ ഞാൻ അപ്പൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അത് വലിയ കുഴപ്പമാണോ? അതൊരു സ്നേഹപ്രകടനമാണ്. ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതി. ഭക്തി എന്ന് പറയുന്നത് എല്ലാം ലോജിക്കലല്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ തലമാണ്. അതുകൊണ്ട് ആ ഭക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മളെപ്പോഴും കൊടുക്കണം. പിതാവേ, അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില പള്ളികളിലൊക്കെ ഒരു നേർച്ചയാണ് ഈ പറയുന്ന രൂപത്തിന് മാലയിടുക, അല്ലെങ്കിൽ കുരിശിൽ ഇത്ര പ്രാവശ്യം എണ്ണ ഒഴിക്കുക, അങ്ങനെ നേർന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ നേർച്ചകൾ ഇതെല്ലാം വിശ്വാസികളുടെ സ്നേഹപ്രകടനങ്ങളാണ്. നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യുന്ന ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാനുഷിക ഭാവമുണ്ട്, ദൈവിക ഭാവം മാത്രമല്ല, വൈകാരികമായ ഒരു ഭാവവും ഉണ്ട്. ഇപ്പം ഈശോ മനുഷ്യൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ വിലപിടിപ്പുള്ള നാർദീൻ സുഗന്ധ തൈലം കൊണ്ടുവന്ന് അവൻ്റെ പാദങ്ങൾ പൂശുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് കഷ്ടമാണ് ഈ കാണിക്കുന്നത്, എന്ത് വിലപിടിപ്പുള്ള തൈലം, ഇവക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഉടനെ കർത്താവ് പറഞ്ഞു, അവളെ അനുവദിക്കുക, അവളുടെ ഉള്ളിലെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രകാശനം അവൾ നടത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ആ തമ്പുരാനോടുള്ള ഒരു സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ രൂപത്തിന് മാലയിടുന്നതോ കർത്താവിൻ്റെ രൂപത്തെ തൊട്ടുമുത്തുന്നതോ ഒന്നും വലിയ പാപമായിട്ടൊന്നും നമ്മൾ കരുതരുത്. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം ഒരു ഇൻ്റലക്ച്വൽ വിശ്വാസമായിട്ട് മാറും. ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വിശ്വാസം. അങ്ങനെ ഒരു ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്തിന് എപ്പോഴും ഒരു ഇമോഷണൽ തലമുണ്ട്. അതിനെ ഡിനൈ ചെയ്തുകൊണ്ട് നമുക്ക് വിശ്വാസത്തെ കാണാൻ സാധിക്കുകയില്ല. ചില പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പള്ളിയിൽ പള്ളിയാണ് ആൻഡ്രീസ് അത് പല പള്ളി പിതാവിന് കുറെ കാര്യങ്ങൾ സാധിക്കാനായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു ഗീവർഗീസ് പുണ്യാളന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒന്നും പാമ്പിന്റെ ശല്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പള്ളിയിൽ തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ? അങ്ങനെ പ്രത്യേക പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നുണ്ടോ? അവിടെ ഈ പറയുന്നത് ലോജിക്കലായിട്ട് ആൻഡ്രീസ പറഞ്ഞത് കറക്റ്റ്, യുക്തിപരമായിട്ട് നമ്മുടെ പള്ളിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ചില ഇടങ്ങൾക്ക് കുറച്ച് ദിവ്യമായ ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു, കരുതുന്നു. അങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എടത്വാ പള്ളിയിൽ ഗീവർഗീസ് പുണ്യാളച്ചനോടുള്ള ഭക്തി, തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നു. ഇത് എന്നു മുതൽ തുടങ്ങിയതാ, ഒരു പിടിയില്ല. ഇവരെങ്ങനെയാണ് അവിടുന്ന് മെനക്കെട്ട്, അതും നിങ്ങൾ ഓർക്കണം, പഴയ എടത്വാ പള്ളി എന്ന് പറഞ്ഞാൽ എന്തേലും കടത്ത് കയറണം, കഷ്ടപ്പെട്ട് ആ വെള്ളത്തിൻ്റെ എല്ലാം നടുക്ക് കിടക്കുന്ന ആ പള്ളിയിലേക്ക് ജനം ആ ദൂരേന്ന് വരികയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ രൂപം, അത് ഇരിക്കുന്ന ഇടം, അതിനൊരു ദിവ്യമായ ഒരു ശക്തി ഉള്ളതായിട്ട് മനുഷ്യരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വളർന്നു വരുന്നു. അപ്പം നമ്മൾ ചോദിക്കേണ്ടത്, ഈ വിശ്വാസം കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന പരമാവധി സ്നേഹത്തിന് വിരുദ്ധമാണോ? അല്ല. ആ സ്നേഹത്തിൽ വളരാൻ നമ്മളെ സഹായിക്കത്തേ ഉള്ളൂ. ഈശോയോടുള്ള അടുപ്പത്തിൽ നമ്മളെ വളർത്തത്തേ ഉള്ളൂ. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ നയിക്കത്തേ ഉള്ളൂ. കുഴപ്പമില്ല. അതേസമയം ഇത് മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നുണ്ടോ? മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ? മനുഷ്യന്റെ മഹത്വത്തെ ഹനിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അത് അന്ധവിശ്വാസമാണ്. അതേസമയം ഗീവർഗീസ് പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുന്നുള്ള പ്രാർത്ഥന മനുഷ്യനെ പുണ്യാളച്ചനെ നടയിലേക്ക് നയിക്കുമ്പോൾ പുണ്യാളച്ചൻ അവനെ കുർബാനയിലേക്ക് നയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുമ്പസാരിക്കുന്നത്. നമ്മുടെ പാറേപ്പള്ളി ഉൾപ്പെടെ നമുക്കത് കാണാൻ സാധിക്കും. എന്തോരം മനുഷ്യരാണ് എല്ലാ ദിവസവും വന്ന് കുമ്പസാരിക്കുന്നത്.
അപ്പോൾ അത് കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പന്തലിടും. പെരുന്നാളിന് 7-8 ദിവസം മുമ്പ് പന്തലിടും. ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് ഇത് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് പന്തലിടുന്നതെന്നാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് പന്തലിട്ട് അച്ഛന്മാർ അവിടെ വന്നിരുന്ന് കുമ്പസാരിപ്പിക്കാനായിട്ട് ഇരിക്കും. അതായിരുന്നു പഴയ ട്രഡീഷൻ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സാന്നിധ്യമുള്ള സ്ഥലം എന്നുള്ള വിശ്വാസത്തോടെ ജനം അവിടേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ അവരെ കുർബാനയിലേക്ക്, പുത്രനിലേക്ക് നയിക്കുകയാണ്, കുമ്പസാരത്തിലേക്ക് നയിക്കുകയാണ്. അതിലൂടെ ഒരു വലിയ മാനസാന്തരത്തിന്റെ അനുഭവം, ആത്മീയ അനുഭവം ഉണ്ടാവുന്നു. അപ്പം അത് തീരെ മോശമാണോ ആൻഡ്രീസ? നല്ലതല്ലേ? അത് തന്നെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രത്തിലും പെരുന്നാളിനും ഒക്കെ പോകുമ്പം ഈശോയോടുള്ള ഭക്തിയേക്കാൾ ഉപരി നമ്മൾ കണ്ടമാനം ടൈം സ്പെൻഡ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വിശുദ്ധരോട് ആയി പോകാറില്ലേ? നമ്മൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും വരുമ്പോൾ, ആ വിശുദ്ധനെ കാണാൻ വേണ്ടി വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മാനുഷികമായ ചിന്തയിലാണ് ഈ വിശുദ്ധന്റെ നട, അവിടുത്തെ നേർച്ചപ്പെട്ടിയൊക്കെ. തമ്പുരാന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പം അവൻ വന്നിരിക്കുന്നത് ദേവാലയത്തിലാണ്, അല്ലേ? അവൻ വന്നിരിക്കുന്നത് ദേവാലയത്തിലാണ്, അവൻ മുട്ടുകുത്തുന്ന ദേവാലയത്തിലാണ്. ആത്യന്തികമായിട്ട് ദൈവത്തോടുള്ള അടുപ്പമാണ് അതിലൂടെ വളരുന്നത്. ദൈവത്തോടുള്ള അടുപ്പം വളർത്തുന്നതെല്ലാം തന്നെ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു വിശുദ്ധനോടുള്ള ആരാധനയിലേക്ക് അത് നയിക്കുന്നു, അത് ശരിയല്ല. എവിടെയെങ്കിലും വിശുദ്ധനെ ആരാധിക്കുന്നവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വൈദികനായിട്ട് 26 വർഷമായി. വിശുദ്ധരെ ദൈവമായിട്ട് ആരാധിക്കുന്നവരെയൊന്നും കത്തോലിക്ക സഭയെ ഞാൻ കണ്ടിട്ടില്ല. പിതാവേ, ഷൈൻ ചോദിച്ചേ. നമ്മുടെയൊക്കെ ഇടവകളിൽ പലപ്പോഴും കർത്താവിൻ്റെ തിരുനാളുകളെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട്. വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. പക്ഷേ മറന്നു പോകുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിന് പ്രാധാന്യം കൊടുക്കാതെ മധ്യസ്ഥന് പ്രാധാന്യം കൊടുത്ത് ആ തിരുനാളുകൾ ഗംഭീരമായി നടത്തി കർത്താവിൻ്റെ തിരുനാളുകൾ വളരെ പരിമിതമായ രീതിയിൽ നടത്തുന്നു എന്നുള്ളതാണ്. മോനെ, കർത്താവിന് പ്രത്യേകം തിരുനാളിൻ്റെ ആവശ്യമില്ല. ഓരോ പരിശുദ്ധ കുർബാനയും അവൻ്റെ രക്ഷാകര രഹസ്യത്തിൻ്റെ ആഘോഷമാണ്. അതെല്ലാ ദിവസവും ഉണ്ട്. പിന്നെ മനുഷ്യൻ്റെ സാമൂഹികമായ ഒരു ആവശ്യവും കൂടിയാണ്. എല്ലാവരും കൊണ്ടൊന്ന് ഒരുമിച്ച് കൂടുന്നു, ആത്മീയമായിട്ടൊരു ആഘോഷം നടത്തുന്നു. അതിന് നിമിത്തമായിട്ട് മാറുകയാണ് ആ ദേവാലയത്തിലെ മധ്യസ്ഥൻ. അത്രയേ ഉള്ളൂ. ഈ മധ്യസ്ഥന്റെ തിരുനാളിന് നമ്മൾ ചെയ്യുന്ന എന്താ? ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താണ്? കുർബാന അർപ്പിക്കുക, ആഘോഷമായ കുർബാന. മുണ്ടാപ്പി പിള്ളേരൊക്കെ നമ്മുടെ കാപ്പയെ വലിച്ചിട്ട് പറയും, അച്ഛാ ഒരു അടിപൊളി കുർബാന അങ്ങോട്ട് കാച്ചിക്കോ, നമ്മുടെ പെരുന്നാളാണ്. അപ്പോൾ കുർബാനയിലേക്കാണ് നമ്മുടെ തിരുനാളുകളെല്ലാം നയിക്കുന്നത്. അത് നയിക്കുന്നിടത്തോളം അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല വിശുദ്ധനാണ് പ്രാധാന്യമെന്ന്. കർത്താവിന് തന്നെയാണ് പ്രാധാന്യം. ഇനിയും ചില വൈദികര് തിരുനാളിനോടനുബന്ധിച്ച് അവിടെ ഒരു നവീകരണ ധ്യാനം വയ്ക്കും, എല്ലാവരും കുമ്പസാരിക്കും. അപ്പം മനുഷ്യർ കുറച്ചുകൂടെ നന്മയിൽ വളരുകയല്ലേ. ആ രീതിയിൽ കാണുമ്പോൾ നമുക്ക് അതിനെ ഒന്നും നെഗറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കുകയല്ല. ഇപ്പം പ്രാർത്ഥനയിലൂടെ രോഗശാന്തി നേടുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെയാണ് പലപ്പോഴും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങിയാൽ രോഗശാന്തി കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നു, നമ്മളതിൽ വിശ്വസിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇപ്പം വിശുദ്ധന്റെ വസ്ത്രത്തിൽ തൊടുന്നു രോഗശാന്തി ലഭിക്കുന്നു നമ്മൾ വിശ്വസിക്കുമ്പോൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊറ്റം കൊള്ളുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾക്ക് മരിച്ചുപോയ ഒരാളുടെ വസ്ത്രത്തിൽ തൊടുന്നു എന്ന് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ഇത്തരം വിശ്വാസങ്ങളെയും ശാസ്ത്രീയമായ യുക്തിയും നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? നമുക്ക് അങ്ങനെയുള്ളവരടുത്ത് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും? ചില കാര്യങ്ങൾ ശാസ്ത്രത്തിന് വ്യാഖ്യാനിക്കാവുന്നതിന്റെ അപ്പുറത്താണ്. അത് നമ്മൾ അംഗീകരിക്കണം. എല്ലാം ഒന്നും ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളാണ്. ഇപ്പം ദൈവികമായ ഇടപെടലിനെ എല്ലാം ഒന്നും ശാസ്ത്രത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. യുക്തി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയാണ്, ഭക്തിയാണ് വിശ്വാസത്തിന്റെ മെത്തഡോളജി. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അപ്പോഴും ഞാൻ ആദരവോടെ വണങ്ങി നിൽക്കുകയാണ്. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. അതാ വലിയൊരു ദിവ്യ രഹസ്യത്തിന് മുമ്പിൽ നമ്മൾ കുമ്പിട്ട് നിൽക്കുകയാണ്. അതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണങ്ങുന്നു. തിരുശേഷിപ്പ് വണങ്ങുമ്പോൾ ഞാൻ പ്രത്യേകമായൊരു നിയോഗം സമർപ്പിക്കുകയാണ്, എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റണം. ഒരു കുഴപ്പമില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അത് നിന്റെ വിശ്വാസമാണ്. ഇനി വിശുദ്ധരുടെ തിരുശേഷിപ്പ് വെച്ചിട്ട് അത് വണങ്ങിയാലേ നിന്റെ കൊച്ചു സുഖപ്പെടും എന്നുള്ള സഭ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ സഭ പറയുന്നില്ല. സഭ പറയുന്നത് എന്താ? ഏകരക്ഷകനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, അവന്റെ തുടർച്ചയായ സഭയിലെ കൂദാശകൾ സ്വീകരിച്ച് ജീവിക്കുക. ഇത്രയും സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. വേറെ എല്ലാം നമ്മുടെ ഭക്തിയിലും വിശ്വാസത്തിലും ഡെവലപ്പ് ചെയ്തു വന്ന
കാര്യങ്ങളാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യങ്ങൾ സുവിശേഷത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ പരമാവധി സ്നേഹത്തിന് വിരുദ്ധമാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശാസ്ത്രജ്ഞനെ ഒട്ട് ബോധ്യപ്പെടുത്താൻ പോവുകയും വേണ്ട. കാരണം തർക്കിച്ചാലൊന്നും വിശ്വാസം ആരെയും പഠിപ്പിക്കാൻ പറ്റുകയില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധമാണ്. അതാ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആ ഒരു സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ചെറിയൊരു ഉദാഹരണം, പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമാണെന്ന് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങളത് എത്ര തർക്കിച്ചാലും അവൻ പറയും, നിങ്ങൾ എന്നാ മണ്ടത്തരാ നിങ്ങൾ പറയുന്നത്, തിരുവോസ്തി ഈശോയുടെ ശരീരമാണ് എന്നാരും വിശ്വസിക്കുകയില്ല. വിശ്വാസം എന്ന ദാനം ലഭിച്ചവനും അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലേ? വിശ്വാസം എന്ന ദാനം സ്വീകരിച്ച് ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നവൻ അത് സ്വീകരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ വിശ്വാസം ഇല്ലാത്തവരുടെ കൂടെ തർക്കിക്കാതിരിക്കുമായിരിക്കും ഭേദം. കാരണം തർക്കിച്ച് നമുക്ക് ആരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സംഭാഷണങ്ങളിലൂടെയും പ്രഘോഷണങ്ങളിലൂടെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. തർക്കങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. പിതാവെ, ഇപ്പോൾ എല്ലാവരും തന്നെ അവരവരുടെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ഇവിളായി എന്ന് പറഞ്ഞിട്ടൊരു ഇമോജി അവർ ഇടാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് കണ്ണീർ കിട്ടാതിരിക്കാൻ ആണെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്കാൾ ഉപരി ഈ ഈവിളയുടെ ഇമോജി വരുമ്പോൾ അത് നമ്മളെ സംരക്ഷിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ അവരതങ്ങനെ ഇടുന്നത്. അപ്പോൾ അതൊരു അന്ധവിശ്വാസമാണോ? പിതാവിന് അങ്ങനെയാണോ തോന്നുന്നത്? ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരിടുന്നത് കാണുമ്പോൾ അങ്ങിട്ട് പോകുന്നു. പലർക്കും ഇമോജി എന്നാന്ന് അറിയത്ത് പോലുമില്ല. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഏകരക്ഷകനായ ഈശോ മിശിഹായിലും അവൻ്റെ തുടർച്ചയായ സഭയിലൂടെയുള്ള രക്ഷയിലും മാത്രമേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. വേറെ ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും ഈവിളിനും സാധിക്കുകയില്ല. പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അത് നമ്മൾ വിശ്വസിച്ച് സന്തോഷമായിട്ട് ധൈര്യമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. ഇമോജിയോടെയൊക്കെ പോയി പണി നോക്കാൻ. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഈ ഒരു മെസ്സേജ് 9 ഗ്രൂപ്പുകളിലോട്ട് അയച്ചില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞൊക്കെ കാണാറുണ്ട്. അപ്പം അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? അത് ഈ മനുഷ്യന്റെ ഭയപ്പാടുകളെ ചൂഷണം ചെയ്ത് ഓരോരുത്തർ ചെയ്യുന്നതാണ്. എനിക്കൊക്കെ മിക്കവാറും കിട്ടാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പം എന്താണോ ആരും അയക്കുന്നില്ല. ഈ പ്രാർത്ഥന 7 പേർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അയച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. നമ്മൾ ഓർക്കേണ്ടത്, സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവം ശിക്ഷിക്കുന്ന ദൈവം അല്ല, ശാപത്തിൻ്റെ ദൈവം അല്ല, കുരിശിൽ തറച്ചവനോട് പോലും ക്ഷമിച്ച ദൈവമാണ്. നമ്മുടെ പാപങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഒരിക്കലും നമുക്ക് ആപത്ത് വരാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആപത്തുകളൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ ശരീരം ഉള്ളിടത്തോളം കാലം അവന് രോഗം വരും. റോഡിലൂടെ യാത്ര ചെയ്താൽ ചിലപ്പോൾ അപകടങ്ങളുണ്ടാവും. പരീക്ഷ എഴുതിയാൽ ചിലപ്പോൾ തോറ്റുപോകും. ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ദൈവം വരുത്തുന്നതായിട്ട് നമുക്കൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന 10 പേരെ കൊണ്ട് ചൊല്ലിക്കണം, 50 പേരെ കൊണ്ട് ചൊല്ലിക്കണം. പ്രാർത്ഥനയില്ലെന്നൊക്കെ നല്ലതായിരിക്കും, പക്ഷേ അത് ചൊല്ലിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ക്രൈസ്തവമായ ഒരു ചിന്ത അല്ല. നിർബന്ധത്തിൻ്റെ പേരിലുള്ള ഒരു വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം. ഭയങ്കര ഫ്രീഡമാണ്. നിങ്ങളത് ആഴത്തിൽ മനസ്സിലാക്കും തോറും വലിയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു ഫെയ്ത്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകത്തോടെ കുറച്ചും കൂടി യുക്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ തീർച്ചയായിട്ടും യുക്തി നമ്മൾ ഉപയോഗിക്കണം. യുക്തി തീരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. യുക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ യുക്തി കൊണ്ട് എല്ലാ ദൈവരഹസ്യങ്ങളും മനസ്സിലാക്കണമെന്ന് നിർബന്ധം പിടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പിതാവേ, നമുക്ക് ഇപ്പം ഫോണിൽ ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അവൈലബിൾ ആവുകയല്ല, അത് വളരെ പോപ്പുലർ ആയി വരിക. കാര്യം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പലരും വളരെ എന്താണ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം എൻ്റെ ഫോണിൽ മറ്റേതൊരു ആപ്പ് ഉപയോഗിക്കുന്ന പോലെ ഞാൻ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫ്രീ രജിസ്റ്റർ ചെയ്ത് അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ജോർജിന് അങ്ങനെ നോക്കിയിട്ട് എന്നാ കാര്യം? ഞാൻ എൻ്റെ നോക്കുന്നേ
അല്ല, എൻ്റെ ഫോണിലെ മറ്റേതൊരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയാൻ ഞാൻ കയറിയതുപോലെ ഇപ്പം സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതെന്താണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവാം. ഒരു കൗതുകത്തോടെ നമ്മൾ എന്ത് നോക്കിയാലും അത് തെറ്റാണെന്നൊന്നും പറയാനായിട്ട് പറ്റുകയില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കുരിശിൽ പോലും ഉത്ഥാനത്തിൻ്റെ മഹത്വം കരുതി വയ്ക്കുന്ന കർത്താവാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിനെയെല്ലാം പേടിച്ച് ജീവിക്കുന്നത്? ഈ വിഷയത്തിലെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഇതേ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.